എസ്പെഷ്യലി ഭയങ്കര സൗഹൃദ മാച്ചാണ്. സ്ത്രീകളാകുമ്പോൾ വനിതാ ക്രിക്കറ്റ് ടീം ഒന്ന് ഉഷാറായി വരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി കൂടുതൽ പേര് ഇതിലേക്ക് വരട്ടെ. ഫെഫ്ക സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ എല്ലാ സംഘടനകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഞങ്ങളുടെ ആത്മ എന്ന സംഘടന, അമ്മ എന്ന സംഘടനയോടൊപ്പം ഒരു സൗഹൃദ മാച്ച് കളിച്ചു എന്നുള്ളതാണ്. രസകരമായ കാര്യമായിരുന്നു. എനർജി ഓൺ. ഇതിന് തുടർച്ചയായിട്ട് സ്ത്രീകളുടെ ടീം ഉണ്ടാവണം. പ്രാക്ടീസ് ഒക്കെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സൗകര്യാർത്ഥം പലരും പല വർക്കുകളിൽ പല സ്ഥലത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സമയം നോക്കി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യും. അപ്പോൾ ആത്മയുടെ സപ്പോർട്ടോടുകൂടി വനിതാ ടീം രൂപീകരിക്കുക അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലേ? ഓൾറെഡി ആത്മയ്ക്ക് ഒരു ടീമുണ്ട്, മെൻസിന്റെ ടീമുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ വനിതാ ടീം ഇപ്പം ജയിച്ചത് കൊണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് പ്രചോദനത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് പോകുമായിരിക്കും. പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം പ്രതീക്ഷകളാണല്ലോ. ഈ മത്സരത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ഒക്കെ ഒരുപാട് നടത്തിയിരുന്നു. അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ഒന്നുമില്ല. ഞങ്ങള് കുറച്ചുപേര് സൗഹൃദ മാച്ച് അല്ലേ. അപ്പൊ പിന്നെ പെയ്തൊഴിയാതെ, സൂര്യ ടി വിയിൽ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് തന്നെ കൃഷ്ണേന്ദു, അശ്വതി, ഞങ്ങൾ കുറച്ച് അപ്പം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം ഞങ്ങളുടെ തന്നെ പിള്ളേർ, പെയ്തൊഴിയാതെ ടീമിൻ്റെ തന്നെ പിള്ളേർ ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഭയങ്കര വൻ പ്രാക്ടീസും വൻ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ആത്മയുടെ ക്രിക്കറ്റ് ബോൾ, ആത്മയ്ക്ക് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ ടീമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിമൻസിനും അങ്ങനെ ഒരു ക്രിക്കറ്റ് ബോൾ ടീമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എങ്ങനെയാണ്? ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. നമ്മുടെ ആലോചനാ യോഗമൊക്കെ നടക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. മുകളിൽ കുറേ പേര് ഇരിപ്പുണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് പിന്നെ ഇതിൽ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിലല്ല, ഇതിലേക്ക് മുന്നോട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും തന്നെ കുറേ പേരെ നമ്മൾ സമീപിച്ചിട്ട് അവർ ഇപ്പോൾ ഈ വന്ന് കളിച്ച ടീമിൽ വന്ന പിള്ളേരൊക്കെ വളരെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ്, പനി, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരെല്ലാവരും ഒരു സൗഹൃദ മാച്ചാണെങ്കിലും അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി വന്ന് പ്രാക്ടീസ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്തു. നന്നായിട്ട് പ്ലേ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ ടീമിൽ കളിച്ചവരല്ല. അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും മറ്റുള്ള എല്ലാവരും വരണം, വന്നിട്ട് നല്ലൊരു ടീം ആകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്കിൻ കെയറിനൊക്കെ ഇത് ബാധിക്കില്ലേ? അത് ഡെഫിനറ്റ്ലി ബാധിക്കുമല്ലോ, സ്വാഭാവികം. പിന്നെ അങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാം കൂടെ നടക്കത്തില്ല. എല്ലാം കൂടെ വേണം എന്ന് പറഞ്ഞാൽ സ്കിന്നും വേണം, സൗന്ദര്യവും വേണം. നമ്മളിപ്പോൾ ഭയങ്കര വെയിലത്തുള്ള ഒരു ഷൂട്ടിലേക്കാണ് പോകുന്നത്, ഒരു സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 10-25 ദിവസം കണ്ടിന്യൂസ് നമ്മൾ വെയിലേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലേക്കില്ലേ? എത്ര പ്രിക്കോഷൻസ് എടുത്താലും ചിലപ്പോൾ അതിനൊരു പ്രോബ്ലം വരും. അപ്പം ആ ഒരു മോഡിൽ ഇതിനെ കാണാൻ മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും വരും എന്ന് വിശ്വസിക്കും. ചേച്ചി പേഴ്സണലി ക്രിക്കറ്റ് ഫാനാണോ? ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ക്രിക്കറ്റ് ഫാനാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ രണ്ടുപേരും സ്പോർട്സിൻ്റെ ആൾക്കാരാണ്. ഒരാൾ ഫുട്ബോളറാണ്, ഒരാൾ കിക്ക് ബോക്സിങ് ഫുട്ബോളും ഉണ്ട്. മോള് ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്, നാഷണൽ പ്ലെയറാണ്. പക്ഷെ ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ ആർട്സ് മാത്രമുള്ള ഒരാൾ. എൻ്റെ അമ്മ ഒരു സ്പോർട്സുകാരിയായിരുന്നു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള എന്താ പറയുക കളിച്ചു പരിചയം, കണ്ടുപരിചയവും അങ്ങനെയുള്ളൊരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ളതിനപ്പുറത്തേക്ക് വലുതായിട്ടൊന്നുമില്ല. ശരിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയ ക്രിക്കറ്റ് താരങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ടെണ്ടുൽക്കറാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. സച്ചിൻ ഫാനാണല്ലേ? സച്ചിൻ ഫാൻ. വിരാട് കോഹ്ലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വുമൺസ് ക്രിക്കറ്റ് ടീം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒന്ന് അടിച്ചു കയറി നിൽക്കുന്നതിൻ്റെ ഒരു ഫാൻസ് എന്തായാലും നമ്മൾ ഫാൻസ് ആയിരിക്കുമല്ലോ, ഡെഫിനറ്റ്ലി നമ്മൾ ഫാൻസ് ആയിരിക്കുമല്ലോ. അവരെയും കൂടെ നമ്മൾ അവരുടെയൊക്കെ കളികൾ കണ്ടിട്ടായിരിക്കില്ലേ നമ്മളും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. ചാമ്പ്യന്മാരാണ് ഇപ്പോൾ അവർ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, പോകുന്നുണ്ടോ? കളിയാനും പോകുന്നുണ്ട്. നോക്കാം. അപ്പോഴത്തെ നമ്മുടെ അന്നം ഷൂട്ടല്ലേ, അതുകൂടെയൊക്കെ നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ട് പോകും.